ഇന്ന് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത് വെച്ച് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്നല്ലേ, നമ്മുടെ വീഡിയോസിലും ഷോർട്സിലും എല്ലാം കാണപ്പെടുന്ന ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫൂഫു തന്നെയാണ്. നമ്മുടെ കപ്പ കൊണ്ട് വേവിച്ചുണ്ടാക്കുന്ന ഫൂഫു അറിയില്ലേ? ആഫ്രിക്കക്കാരുടെ ഇഷ്ടഭക്ഷണം. അതൊന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ എന്നൊരു മോഹം. അങ്ങനെ ഞാനൊരു ചെറിയൊരു കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പരീക്ഷണമല്ലേ, അത് ഒരു പാളിപ്പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെറിയൊരു കപ്പയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതെടുത്ത് ഇതുപോലെ തൊലിയെല്ലാം പൊളിച്ച് എന്നിട്ട് ഒരു ജാറിലേക്ക് ഇതുപോലെ മുറിച്ചിട്ടതിന് ശേഷം ഒരു കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ അരച്ചെടുത്ത് കേട്ടോ. അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളവും ചേർത്തിട്ടാണ് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഫ്ലെയിമെല്ലാം കത്തിച്ചു കൊടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതും കൂടി ശ്രദ്ധിക്കണം. നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം കൂട്ടി വെച്ച കാരണം നന്നായിട്ട് കുറുകി കിട്ടിയായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു കൂവക്കുറുക്കിൻ്റെയൊക്കെ ഒരു രൂപത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ ഈ കൂവക്കുറുക്കല്ല, ഇത് മരിച്ചിനിക്കുറുക്കാണ്. നമ്മുടെ ഇവിടെയൊക്കെ മരിച്ചിനിയെന്നും പറയാറുണ്ട് കേട്ടോ. പിന്നെ കപ്പയെന്നും പറയും. അങ്ങനെ കപ്പയെല്ലാം ഇതുപോലെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പാനിൽ നിന്നെല്ലാം നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇത് കുട്ടികളൊക്കെ കളിക്കാറില്ലേ സ്ലൈം, അതുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അതുപോലെ ഇത് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് ഇതുപോലെ വരുന്നുണ്ട്. അത് കാണുമ്പോൾ ചിരിയും വരുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന ഐറ്റം ആണല്ലോ ഇത്. ഇത് കണ്ടപാടെ എൻ്റെ മോൾക്ക് ഇഷ്ടമായി കേട്ടോ. എനിക്ക് വേണമെന്നും പറഞ്ഞ് ഞാൻ തന്നെ ആദ്യം ടെസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അവൾ ടേസ്റ്റ് ചെയ്യാൻ വന്നിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിഷ്ടമായില്ല കേട്ടോ. ഇതൊരു സ്ലൈം രൂപത്തിൽ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ആഫ്രിക്കക്കാരുടെ ഇഷ്ട ഭക്ഷണം